ഇപ്പൊ എല്ലാ സിനിമകളുടെയും സെക്കൻഡ് പാർട്ടിന്റെ സംഭവം, അതായത് പടം ഓ സീരിയസ്ലി, അതായത് ചില സിനിമയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിന് സെക്കൻഡ് പാർട്ടോ. പക്ഷെ ആ ഒരു സിനിമയുടെ ഭംഗി എന്ന് പറയുന്നത് തന്നെ ഫസ്റ്റ് പാർട്ട് നിർത്തുന്നതാ. പക്ഷെ ഇവർ അങ്ങനെയല്ല ചെയ്യണേ. അല്ല, നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആട് എന്ന് പറഞ്ഞ സിനിമ, ആട് എന്ന് പറഞ്ഞ സിനിമ ഫസ്റ്റ് ഹാഫ് ഇറങ്ങി, ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയപ്പോൾ അവർക്ക് സെക്കൻഡ് പാർട്ടിൽ ഒരു ലീഡ് ഒന്നും ഇല്ലേ. ഫസ്റ്റ് പാർട്ട് ഇറങ്ങി എല്ലാവരും വിചാരിച്ചു പോകും കുഴപ്പമില്ലാത്തൊരു പടം, OTT ഇറങ്ങിയപ്പോൾ എല്ലാം നല്ല ഇതിൽ റെസ്പോൺസ് കിട്ടി. അപ്പോൾ ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കാൻ വിചാരിച്ച് സെക്കൻഡ് പാർട്ട് ഇറക്കി. അങ്ങനെ ഒരു ഇതിലാണെങ്കിൽ ഓക്കെ. പക്ഷെ ഇതെന്താണ്, ഫസ്റ്റ് പാർട്ടിൽ അവരൊരു ഹൈപ്പ് ഉണ്ടാവും, ഇവരിങ്ങനെ എഴുതുമ്പോൾ വിചാരിക്കും ഇത് അടിപൊളിയായിട്ട് എന്തായാലും വർക്കാവും, അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു ലീഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് പാർട്ട് അവസാനിപ്പിക്കുകയോ അതില്ല, സെക്കൻഡ് പാർട്ട് തുടങ്ങുമോ അതിൻ്റെ ഒരു ലീഡ് കൊടുക്കുകയും ചെയ്യും. അവിടെയല്ല ഇവിടെ ഇല്ലാത്തൊരു അവസ്ഥയായി പോകും. ഇപ്പം ഈ മറ്റേ ഇപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് അതിൽ തോന്നി പറഞ്ഞാൽ ആറാട്ടൊരു സിനിമ, മറ്റേ ഞാൻ അത് കണ്ടില്ല, എന്റെ അടുത്ത് കാണണ്ടെന്ന് പറഞ്ഞ അടുത്ത്. അതിൽ ഇവന്റെ പേര് ആദ്യം പറയും, എന്താണ് ഞാൻ പറയാം എന്തൊരു പേര് പറയല്ലോ, ഫസ്റ്റ് ഒരു പേര് വേറെ ഒരു പേരായിരിക്കും, എന്തൊരു ഗോവ, എന്താ അതിന്റെ പേര്? നെയ്യാറ്റിൻകര ഗോപൻ. അത് ഒരു 100 പ്രാവശ്യം പല ക്യാരക്ടേഴ്സും പറഞ്ഞിട്ട് അതിങ്ങനെ നമ്മുടെ മനസ്സിൽ അത് നെയ്യാറ്റിൻകര ഗോപനാണ്. കുറച്ച് ഞാൻ പറയുമ്പോൾ നെയ്യാറ്റിൻകര ഗോപനല്ല, ഇവന്റെ പേര് വേറെയാണ്, ഇവൻ DGP ആണ്. അതിന്റെ ഒരു ഡയലോഗ്, ഞാൻ ലൂസിഫർ, ഇവൻ DGP ആണ്, ഇവൻ വേറെ ആരോ ആണ്, അങ്ങനെ പറഞ്ഞാൽ ഇവൻ അതാണല്ലേ. അല്ല, അങ്ങനെ വിചാരിച്ചിരിക്കും. ലാസ്റ്റ് ഇവന് അതുമല്ല, ഇവനൊരു മറ്റേ ഏതൊരു ഈജിപ്തിൽ നിന്ന് എന്തോ സാധനം തലയിലൊക്കെ ഇട്ടിട്ട് ഇപ്പൊ വേറെന്തോ വേറൊരു സംഭവം വേറെ ആരോട്ടാണ് എന്നിട്ട് പിന്നെ ലാസ്റ്റ് ട്വിസ്റ്റ് പാർട്ട് 2 ലീഡ് കൊടുക്കുക. പക്ഷെ ഒന്നുമില്ല അതില്. പക്ഷെ നമ്മള് മറ്റൊരു കേസ് പറയാണ്, ഏത് ഇപ്പോ ലൂസിഫറിന്റെ കേസ് പറയാണ്, പാർട്ട് 2 ലീഡ് വേണം, ഒരു പവർഫുൾ ക്യാരക്ടറാണ് മറ്റേ ഖുറേഷി അബ്രഹാം എന്ന് പറയുന്നത്. പക്ഷെ ലൂസിഫറിൽ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് എൻഡ് ചെയ്ത് എന്നിട്ട് സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു ലീഡ് എൻഡ് ചെയ്യണുണ്ട്. എന്നിട്ട് സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു ചെറിയ ലീഡ്, അതാണെങ്കിൽ ഒരു രസമുണ്ട്. ഇത് പക്ഷേ ബാക്കിയുള്ള എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ട് മൊത്തം കംപ്ലീറ്റ് ആവണം, ഈ ഒരു പാർട്ട് എല്ലാം തീരണം, ഒരു കഥ കംപ്ലീറ്റ് ആവണം. ഈ കുറുപ്പ് സിനിമ ഉണ്ടല്ലേ, സുകുമാരക്കുറുപ്പ് ദുൽഖറിന്റെ, ആ സിനിമയില് കുറുപ്പ് അവസാനിപ്പിച്ച് എന്നിട്ട് ലാസ്റ്റ് ദുൽഖർ ചെയ്ത റഷ്യയിലാ എവിടെ പോണ, സുകുമാർ കുറുപ്പ് റഷ്യയിൽ നിൽക്കുന്ന ഒരു ചെറിയൊരു ഫോട്ടോ പോലത്തെ സംഭവം കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടല്ലേ ഇറക്കിയത്. പക്ഷെ അത് അങ്ങനെ ജസ്റ്റ് കാണിച്ചു പോകണുള്ളൂ, അത് സെക്കൻഡ് പാർട്ടിക്ക് ലീഡ് പോലെ. പക്ഷേ സെക്കൻഡ് പാർട്ട് ഇറക്കില്ലെന്ന് അറിയില്ല. പക്ഷെ അങ്ങനത്തെ ആണെങ്കിൽ കുഴപ്പമില്ല, കാരണം അത് അവസാനിപ്പിച്ച് രണ്ടാമത്തെ തുടങ്ങുക. ഇത് അവസാനിപ്പിക്കണില്ലേ. ദേവരാജ് സിനിമയുടെ സെക്കൻഡ് പാർട്ട്, ഫസ്റ്റ് പാർട്ട് തന്നെ കണ്ടിരുന്നത് എങ്ങനെയാന്ന് എനിക്ക് അറിയത്തുള്ളൂ. പിന്നെ പക്ഷെ ചില സിനിമകളുണ്ട് കേട്ടോ, ചില സിനിമകൾ എന്ന് പറഞ്ഞാൽ ഈ KGF ഒക്കെ, KGF ഒക്കെ സീരിയസ്ലി ഞാൻ പറയട്ടെ, KGF തിയേറ്ററിൽ ഇറങ്ങി പെട്ടെന്ന് മാറി നമ്മുടെ ഏരിയയിൽ. അപ്പോൾ ആരും തന്നെ നമ്മുടെ കൂട്ടുകാർ ആരും തന്നെ കണ്ടില്ല. ഒരുത്തൻ വന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, എടാ എനിക്ക് KGF കിട്ടി ഫോണിൽ, വലിയ ഹൈപ്പാ, ഞാൻ ഫോണിൽ കണ്ടു നോക്കി അടിപൊളി എന്നിട്ട് ഇവൻ എല്ലാവർക്കും ഷെയർ ചെയ്തു. എൻ്റെ പൊന്നെ എക്സാമിൻ്റെ തലേന്നായിരുന്നു, ഞാൻ കരഞ്ഞ് കാല് പിടിച്ച് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ഇച്ചിരി ഉണ്ടായിരുന്ന പഠിച്ച് തീർത്തെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞിട്ട് KGF ഇരുന്നുണ്ടു. ആദ്യം കിട്ടിയ ഫീല് ഇപ്പൊ സീനില്ലല്ലോ, അതിട്ട് 10th 9th കണ്ട. എൻ്റെ പൊന്നെ അതെന്തടിപൊളി സിനിമയായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ട് കാണിക്കുന്നത് എങ്ങനെയാ, അവസാനം ഒരു BGM കൊണ്ടുവന്നിട്ട് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് കാണിക്കണേ. ഞാൻ സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് ചോദിക്കുക, അത് അതിലെന്തി സീരിയസ് ആയിട്ട് അടീന്ന് കിട്ടീന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി. അതേപോലെ തന്നെ സ്റ്റോറി ഉണ്ടായില്ലേ. അതിന്റെ ഞാൻ ഒരു റിവ്യൂ ഉണ്ട്, ഒരാൾ പറഞ്ഞു ഭയങ്കര നാടകീയ ഡയലോഗാന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ പടം കണ്ടപ്പോൾ എനിക്കത് തോന്നുന്നു, ഡയലോഗുകൾ മലയാളത്തിലാണെങ്കിൽ നാടകീയത തോന്നിക്കുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് ആ ഒരു സ്റ്റൈൽ അതാണ്, അതിന്റെ സ്റ്റൈൽ അങ്ങനെയാ. പക്ഷെ ഈ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ KGF ഇറങ്ങി കഴിഞ്ഞ KGF അങ്ങനത്തെ കുറെ വലിയ വലിയ സിനിമകളുടെ പാട്ടും ഇറങ്ങിയപ്പോ എല്ലാത്തിനും പാട്ടും ആക്കി, അത് വൃത്തികേടാക്കി കളഞ്ഞു ഒരു സിനിമേനെ തന്നെ. നെൽസൺ അല്ലേ ഡയറക്ടർ, നെൽസൺ മറ്റേ LCUന്റെ പിന്നെ പ്രശാന്ത് നീൽ, അയാളല്ല അപ്പൊ ഈ പ്രശാന്തിന്റെ പടം തന്നെ ഈ സലാർ എന്ന് പറയുന്നത്. നോക്ക് അത് ശരി, അത്ര നോക്കിട്ട് സലാർ ശരിയാ. അപ്പൊ ഈ സലാറിന് എന്റെ ഒരു ഒപ്പീനിയൻ വെച്ച് ഫസ്റ്റ് ഹാഫ് ഒരു സലാറല്ലേ, കത്തി ഫൈറ്റ് ആണേലും. പക്ഷെ അതില് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇടയ്ക്ക് റിയൽ ടൈം ആയിട്ടുള്ള കുറെ സിനിമാ ജോക്സ് അടിച്ചു എന്റെ ഫൈറ്റിനിടയ്ക്ക്. വൃത്തികേടെന്ന് പറഞ്ഞാ ഒരുമാതിരിയായി. അതായത് ഇവന്മാരെന്താ ഒരു ഹൈപ്പ് കൊണ്ടുപോയിട്ട് അങ്ങനെ താഴെ കൊണ്ടിട്ട്
പിന്നെയും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ഒരു ലീഡ് കാണിക്കുന്നതൊക്കെ അതൊക്കെ എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. അതേപോലെ തന്നെ BGM ഈ സെയിം തീം തന്നെ KGF-ന്റെ. പിന്നെ പുതിയതായിട്ട് ഇറങ്ങിയ സിനിമയിൽ എന്നാ പറയണേ, പാർട്ട് വരുന്നതാ ഹിറ്റായിട്ട് പാർട്ട് വന്ന്. പിന്നെ അത്രയും ബെറ്റർ ആയിട്ട് തോന്നി ദേവരൊക്കെ അതിന്റെ ആ ഒരു ജെൻഡർ കഴിഞ്ഞു, അതിന്റെ കാലഘട്ടം കഴിഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ മറ്റേ കൽക്കി സിനിമ, അതിന്റെ ഫസ്റ്റ് ഹാഫ് തീരെ കൊള്ളില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ തീരെ. അതാ ഫസ്റ്റ് ഹാഫിൽ തുടക്കം തൊട്ട് ഒരുമാതിരി എന്നാ പറയുക, റിയൽ ടൈം ആയിട്ടുള്ള വേസ്റ്റ് ആയിട്ടുള്ള കുറെ സിനിമ ഡയലോഗ്സ് ചളി എന്നൊക്കെ പറഞ്ഞ പക്ഷെ സെക്കൻഡ് ഹാഫ് വന്നപ്പോ ഒരു രക്ഷയില്ലാത്തായിരുന്നു. ഫൈറ്റിന് ഫൈറ്റ്, സ്റ്റോറിക്ക് സ്റ്റോറി. അമിതാഭ് ബച്ചൻ്റെ വന്നിട്ട് ലിഫ്റ്റ് ചെയ്യുന്നതായിരുന്നു.